നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആരോഗ്യ പ്രവർത്തകരെ UAE-യിലേക്ക് അയക്കണമെന്ന് കുറച്ചുനാൾ മുൻപ് UAE ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു. കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ക്ഷാമം നേരിട്ടതിനാലായിരുന്നു ഇത്. എന്നാൽ ഇന്ത്യയുടെ സാഹചര്യം കണക്കിലെടുത്ത് മാത്രമേ ഈയൊരു വിഷയത്തിൽ തീരുമാനമെടുക്കൂ എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ഇപ്പോഴിതാ UAE-യുടെ അഭ്യർത്ഥന ഇന്ത്യ മുഖവിലക്കെടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള മാലാഖമാരെയും വഹിച്ചുള്ള ആദ്യ വിമാനം ദുബായിൽ ഇറങ്ങിയിരിക്കുകയാണ്. UAE-യിലെ കോവിഡ് പരിചരണത്തിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കാനായി 88 അംഗ ഇന്ത്യൻ മെഡിക്കൽ സംഘമാണ് എത്തിയിട്ടുള്ളത്. ആസ്റ്റർ ഗ്രൂപ്പിന്റെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരാണ് ആദ്യ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിൽ നിന്നും ചാർട്ടേഡ് വിമാനത്തിൽ സംഘം പുറപ്പെട്ടു. UAE സമയം രാത്രി 8:20 ഇവർ ദുബായിൽ വിമാനമിറങ്ങി. നാട്ടിലെത്തി കുടുങ്ങിയ ആരോഗ്യ പ്രവർത്തകരെ തിരിച്ചെത്തിക്കണമെന്ന UAE-യുടെ അഭ്യർത്ഥന മാനിച്ചാണ് നഴ്സുമാർക്ക് ഇന്ത്യ അനുമതി നൽകിയത്. സംഘത്തിലെ 25ഓളം പേർ UAE-യിൽ ജോലി ചെയ്തിരുന്നവരും നാട്ടിൽ അവധിക്ക് എത്തി കുടുങ്ങിയവരുമാണ്. ഇവർക്ക് പുറമെ ഇന്ത്യയിലെ വിവിധ ആസ്റ്റർ ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്ന 60 വിദഗ്ധ നഴ്സുമാരും ദുബായിൽ എത്തിയിട്ടുണ്ട്. കേരളം, കൊലാപ്പൂർ, കർണാടക എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആരോഗ്യ പ്രവർത്തകരാണിവർ. കോവിഡ് ബാധിതരെ ചികിത്സിക്കുന്നതിന് UAE സർക്കാർ തയ്യാറാക്കിയ ഫീൽഡ് ആശുപത്രികളിലായിരിക്കും ഈ സംഘം സേവനമനുഷ്ഠിക്കുക. 88 അംഗ ആരോഗ്യ പ്രവർത്തകരെ അയക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചതായി ഇന്ത്യയിലെ UAE അംബാസഡർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ 7 മെട്രിക് ടൺ മെഡിക്കൽ സഹായം UAE ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. PPE കിറ്റ് ഉൾപ്പെടെ 7000 ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ മെഡിക്കൽ സഹായമാണ് UAE കൈമാറിയത്. നേരത്തെ UAE-യിൽ ജോലി ചെയ്തിരുന്ന നിരവധി നഴ്സുമാർ അവധിക്ക് ഇന്ത്യയിലെത്തി പിന്നീട് തിരിച്ചു പോകാനാകാതെ നാട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. അടുത്ത ഘട്ടമായി ഇവരെയും UAE-യിൽ എത്തിക്കുമെന്ന് കരുതുകയാണ്. ഇന്ത്യക്കും UAE-ക്കും മനുഷ്യത്വത്തിനും ആരോഗ്യ പ്രവർത്തകരുടെ സല്യൂട്ട് എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് UAE-യിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നഴ്സുമാരുടെ ചിത്രം ട്വീറ്റ് ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തത്. നിങ്ങളാണ് ഞങ്ങളുടെ ആശ്രയം. ഇന്ത്യ UAE സഹകരണം തുടരും എന്നും ട്വീറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.